മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്നും സിപിഎം വൻതോതിൽ കള്ളവോട്ടും ആൾമാറാട്ടവും നടത്തിയെന്നും ബിജെപി സംസ്ഥാന സെക്രട്ടറിയും ധർമ്മടത്തെ സ്ഥാനാർത്ഥിയുമായ കെ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സിപിഎം എടുത്തുപാറ്റിയ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് നിസ്സംഗത പാലിച്ചുവെന്നും ധർമ്മടത്ത് കോൺഗ്രസിന്റേത് ഒരു പ്രഹസന മത്സരം മാത്രമായിരുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കണ്ണൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളവോട്ടാണ് ധർമ്മടം മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞാനിന്നലെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏകദേശം ഒരു 80-85ഓളം ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് എന്ന രീതിയിൽ ജിതിൻ രഘുനാഥ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹവും ഏകദേശം ഒരു 90ഓളം ബൂത്തുകളിൽ സമ്പർക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തെല്ലാം തന്നെ വ്യാപകമായ രീതിയിലുള്ള കള്ളവോട്ട് നടന്നു എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ പോയി കണ്ട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളവോട്ട് മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും ധർമ്മടം നിയോജകമണ്ഡലത്തിലെ 198 ബൂത്തുകൾ ധർമ്മടം നിയോജകമണ്ഡലത്തിലുണ്ട്. ആ 198 ബൂത്തുകളിൽ ഏകദേശം ഒരു 50-60 എബോ അതിൽ മുകളിലാണ് ഓപ്പൺ വോട്ട് ചെയ്തിരിക്കുന്നത്. പരസ്യമായ രീതിയിലുള്ള ജനാധിപത്യ കശാപ്പാണ് ഇന്നലെ ധർമ്മടം മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ 174 ബൂത്ത് കോഡൂർ UP സ്കൂള് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബൂത്താണ്. 91.64% കോഡൂർ UP സ്കൂളിലെ പോളിംഗ്. അതേപോലെ 196, 91.05, 177, 91.32. 196 ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളാണ്. 176 പൊട്ടൻപാറ അംഗൻവാടിയാണ്. ഇത് മൂന്നും മുഖ്യമന്ത്രിയുടെ പിണറായി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബൂത്തുകൾ. മുഖ്യമന്ത്രി വോട്ട് ചെയ്ത സ്കൂളിൽ മുഖ്യമന്ത്രിയുടെ വോട്ട് രേഖപ്പെടുത്തിയ ബൂത്ത് അടക്കമുള്ള 3 ബൂത്താണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്ത സ്കൂളിലുള്ളത്. ആ സ്കൂളിൽ വൈകുന്നേരം ഞങ്ങളുടെ ഏജൻറ്റുമാർ ബൂത്തിൽ ഇരിക്കാൻ പോയ സമയത്ത്, അപേക്ഷ കൊടുക്കാൻ പാസ് വാങ്ങിക്കാൻ പോയ സമയത്ത് അവരോട് രാവിലെ വന്നാൽ പാസ് തരാം എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. രാവിലെ പോയ സമയത്ത് അവരെ ഗേറ്റിന് പുറത്ത് CPMമാർ തടയുകയുണ്ടായത്. ഇത് BJPയുടെ ബൂത്ത് ഏജൻറ്റുമാരെ ബൂത്തിലിരിക്കാൻ അനുവദിക്കാതെ വ്യാപകമായ രീതിയിലെ കള്ളവോട്ടാണ് ഈ പ്രദേശത്തെല്ലാം തന്നെ നടന്നത്. 91%, 91.64 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കൂ, എത്ര ആളുകളാണ് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. വിദേശത്തുള്ള ആളുകളുടെ വോട്ട് വ്യാപകമായി ചെയ്തിരിക്കുകയാണ്. മുഴുവൻ ആളുകളെയും കണക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കിട്ടിയ കണക്ക്, ഇപ്പം ബൂത്ത് നമ്പർ 64 ഊർപ്പള്ളി, അവിടെ ക്രമ നമ്പർ 656 ക്രമ നമ്പർ ആശ്രയ് PK, അദ്ദേഹം ബാംഗ്ലൂരിലാണ്, അദ്ദേഹം വന്നിട്ടില്ല. അമ്മ ലിസ. വേങ്ങാട് സുന്നി സെൻറ്ററിനടുത്തുള്ള അശ്വിൻ എന്ന ആളെ കൂട്ടി വന്ന് മകനാണെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യിച്ചത്. 1. ബൂത്ത് നമ്പർ 66 പടിവില LP സ്കൂളിൽ ക്രമ നമ്പർ 731 വിപിൻ KP, അദ്ദേഹം ലണ്ടനിലാണ് താമസിക്കുന്നത്, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിനെ വോട്ട് ചെയ്തു. അച്ഛൻ്റെ പേര് ഗംഗാധരനാണ്. അതേപോലെ തന്നെ ക്രമ നമ്പർ 1017 ശരത്ത് OK, ശരത്ത് ഗൾഫിലാണുള്ളത്, ശരത്തിൻ്റെ വോട്ടും ചെയ്തിട്ടുണ്ട്. ക്രമ നമ്പർ 637 സന്ദീപ് K, അദ്ദേഹം ഗൾഫിലാണ്, അച്ഛൻ്റെ പേര് സദാനന്ദനാണ്, ആ വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായി വിദേശത്തുള്ള ആളുകളുടെ വോട്ട്
വ്യക്തമായ CPM കോൺഗ്രസ് അന്തർധാര കാണാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ധർമ്മടമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഏതു മുന്നണി അധികാരത്തിലെത്തിയാലും അത് മതതീവ്രവാദ ശക്തികളുടെ സ്വാധീന വലയത്തിൽ ആയിരിക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞു. Aster MIMS Hospital. We'll treat you well. Chala East, Kannur.